മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമമായ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യയാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. ഇന്ന് അബുദാബിയിൽ നിന്നുള്ള ഈ നഴ്സസ് സഹോദരിമാർ തങ്ങളുടെ ജോലി മേഖലയിൽ ഈശോയുടെ തിരുമുഖം കണ്ട് ശുശ്രൂഷ ചെയ്തപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ നമ്മിലും പരസ്നേഹവും ദൈവസ്നേഹവും നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാരെ, ഞങ്ങൾ അബുദാബി നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങളാണ്. ഞങ്ങൾ ഓരോരുത്തരെയും ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. എൻ്റെ പേര് റിൻസി. എൻ്റെ ജീവിത പങ്കാളി തോമസ്. എനിക്ക് 2 മക്കളാണ്. ഞാൻ 15 വർഷമായിട്ട് ഇവിടെ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഷൈനി. ജീവിത പങ്കാളിയുടെ പേര് ബോബൻ. എനിക്ക് 2 മക്കളാണ്. ഞാൻ 20 വർഷമായിട്ട് അബുദാബിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് എലിസബത്ത്. ജീവിത പങ്കാളി എബ്രഹാം. ഞങ്ങൾക്ക് 2 മക്കൾ. 20 വർഷമായി അബുദാബിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ഷീബ. ജീവിത പങ്കാളി അനീഷ്. ഞങ്ങൾക്ക് 3 മക്കളാണ്. 12 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഷൈനി നമ്മൾ തമ്മിൽ 10-15 വർഷമായിട്ട് പരിചയമുണ്ടല്ലേ. ഷൈനി എന്നെ കാണുമ്പോഴൊക്കെ എപ്പോഴും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എനിക്ക് പണ്ട് ശരിക്കും പറഞ്ഞാൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഷൈനി പറഞ്ഞത് കഴിഞ്ഞ ശേഷം ഞാൻ ഒത്തിരി ശരിക്കും എൻ്റെ വിശ്വാസം വളരെ കൂടി. ഷൈനിയുടെ അനുഭവം ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുമോ? കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് സഹനസഭ, സമരസഭ, വിജയസഭ, ഇത് 3 കൂടെ കൂടുന്നതാണല്ലോ. അപ്പോൾ സഹനസഭയിലുള്ള ആൾക്കാരാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ. അവരെപ്പോഴും ഈശോയുടെ തിരുമുഖം കാണുവാനായിട്ട് ഒത്തിരി വേദനകളൊക്കെ അനുഭവിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ അങ്ങനെ വ്യസനപ്പെടുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന കേന്ദ്രം ഞാൻ അതിൽ കുറിച്ച് വായിക്കാനിടയായപ്പോൾ അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെയുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചു വേദനകളും എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെല്ലാം അവർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഈ കൈയുടെ ജോയിൻസിനൊക്കെ ഭയങ്കര വേദനയായിട്ട് ഞാൻ ഡോക്ടറെ കണ്ട് അങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 3 ആഴ്ചയായിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ മരുന്ന് കഴിച്ച് കുറവില്ലെങ്കിൽ ഇനി ആർത്രൈറ്റിസിന് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബ്ലഡ് ടെസ്റ്റും അതുമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജൂലൈ മാസത്തിലായിരുന്നു. അതെൻ്റെ വല്യമ്മ മരിച്ച മാസമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടി ആത്മാവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് എൻ്റെ ഈ വേദനകളെല്ലാം എൻ്റെ വല്യമ്മയുടെ ആത്മാവിനായിട്ട് കാഴ്ചവെക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ സാധാരണ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ ഈ കൈയുടെ വേദന ഒട്ടുമില്ലാത്തതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ കഴിച്ച മരുന്നിൻ്റെ ആക്ഷൻ കൊണ്ടായിരിക്കും ഈ വേദന ഇല്ലാത്തതെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം നോക്കിയപ്പോഴും ഒട്ടും വേദന എനിക്കുണ്ടായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഈശോ എൻ്റെ ഈ കൊച്ചു വേദനകൾ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായിട്ട് കാഴ്ചവെച്ചപ്പോൾ അത് നീ ഏറ്റെടുക്കുകയും അത് അവർക്കൊരു ആശ്വാസമായി തീരുകയും ചെയ്തല്ലോ.
പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ സ്വപ്നത്തിൽ എൻ്റെ വല്യമ്മേനെ എൻ്റെ അടുത്ത് വന്ന് നല്ല വെള്ളച്ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറയുന്നു, മോനെ എൻ്റെ കാലിൽ തൊട്ടിട്ട് മോനെ അമ്മ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒരു കൂടുതൽ പ്രാർത്ഥിക്കാനും നമ്മുടെ ശാരീരിക വേദനകൾ ഓരോന്നും കൊച്ചു കൊച്ചു വേദനകൾ ആണെങ്കിലും അത് കാഴ്ചവെക്കുവാനും, അതുപോലെ എൻ്റെ മക്കളോട് ഞാൻ പറയും, അവർക്ക് വേദനകൾ വരുമ്പോൾ, കാലുവേദന, വയറുവേദന ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായിട്ട് കാഴ്ചവെക്കുവാനും, അതുപോലെ എന്നെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരോടും മറ്റുള്ള വ്യക്തികളോടുമൊക്കെ ഞാനിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും എന്നോട് വന്ന് പറയാറുണ്ട്, ഷൈനി പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അത് ഞങ്ങൾക്കും ഒത്തിരി പ്രയോജനമായി തീർന്നെന്ന് പറയാറുണ്ട്. ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പറയാനായിട്ടുള്ളത്. എലിസബത്ത് നമ്മൾ തമ്മിൽ 20 വർഷമായിട്ട് കാർഡിയാക് ഇൻറ്റൻസീവ് കെയറിൽ യൂണിറ്റിൽ ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്. എലിസബത്തിനെ എപ്പോൾ കണ്ടാലും എല്ലാവരും പറയും വളരെ ശാന്തതയോടെയാണ് എലിസബത്ത് ജോലി ചെയ്യുന്നതെന്ന്. ഒത്തിരി കോപ്പറേറ്റീവ് അല്ലാത്ത പേഷ്യൻ്റ് കിട്ടിയാൽ അവരെല്ലാം വളരെ ശാന്തമായിട്ട് എലിസബത്ത് നോക്കുന്നത് കാണാറുണ്ട്. എലിസബത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14:14 പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ആ ഒരു വചനം എൻ്റെ ജോലി മേഖല ഉടനീളം എന്നെ വളരെയധികം ശക്തിപ്പെടുത്തായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. എത്ര ബുദ്ധിമുട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിലും, എത്ര അൺസ്റ്റേബിൾ പേഷ്യൻ്റ് ആണെങ്കിൽ പോലും വളരെ ശാന്തമായിട്ട് ജോലി ചെയ്യുവാനും അതുവഴി എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ടും എനിക്ക് പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പേഷ്യൻ്റ് വളരെ മാസീവ് ഹാർട്ട് അറ്റാക്കായിട്ട് വന്നു. ആ പേഷ്യൻ്റ് വളരെ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അനുഭവമായിരുന്നു. എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു എങ്കിൽ പോലെ ഒരു ഡോക്ടർ പ്രതീക്ഷ കംപ്ലീറ്റ്ലി വിട്ട ഒരവസ്ഥയായിരുന്നു. ഏത് നിമിഷവും മരിച്ചു പോകുന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ വളരെയധികം ആ പേഷ്യൻറ്റിന് വേണ്ടി ബുദ്ധിമുട്ടുകയും അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി അവിടെ ആ പേഷ്യൻറ്റിന് ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേര് നേഴ്സസ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും കൈകോർത്ത് പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് തന്നെ ഒരു ദൂതനെ പോലെ ഒരു ഡോക്ടർ അവിടെ കടന്നു വന്നു. ആ ഡോക്ടർ പുതിയൊരു മരുന്ന് ആ പേഷ്യൻറ്റിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തു. ആ മരുന്ന് ഞങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ആ പേഷ്യൻറ്റിന് ആ ഋതം നോർമലാകുകയും ആ ഒരു മരണാവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വരികയും ആ പേഷ്യൻ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം നോർമലായി ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാനും ഇടയായി. അങ്ങനെയുള്ള പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ എത്ര ബുദ്ധിമുട്ടുള്ള പേഷ്യൻ്റ് വന്നാലും വളരെ ശാന്തമായി അവരോട് ഇടപെടാനും വളരെ നോർമലായിട്ട് അവർ തിരിച്ചു പോകാനുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നേഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. റിൻസി കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന വാർഡിലാണല്ലോ. സാധാരണ ഇവരെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിൻസി ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെയായി കുഞ്ഞുങ്ങളെ നോക്കുന്നതെന്ന് പറയാമോ? ഞാൻ ന്യൂ ബോൺ ഐസിയിലാണ് ജോലി ചെയ്യുന്നത്. അതായത് കുഞ്ഞു കുട്ടികളുടെ യൂണിറ്റിൽ 350 ഗ്രാമിന് മുകളിലോട്ടുള്ള കുട്ടികളാണ് നമുക്ക് മിക്കവാറും കിട്ടുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒത്തിരി കോംപ്ലിക്കേഷനിലൂടെ കടന്നു പോകും ഇവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ. ഇവരെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫീഡിങ്ങിനൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്, നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഇവർ എപ്പോഴും ഇങ്ങനെ ആസ്പിറേറ്റ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ കടന്നു. തീരെ കുഞ്ഞു കുട്ടികൾ ഇപ്പം 350-450 ഗ്രാമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ഫീഡിങ് തുടങ്ങിക്കഴിഞ്ഞ് മിക്കവാറും അവരെല്ലാം ഈ നമുക്കറിയാമല്ലോ പെഗ് ട്യൂബ് വയറ് തുളച്ചിട്ട് ട്യൂബിട്ട് അതിലൂടെ ആഹാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2-3 കേസുകൾ ഈ കഴിഞ്ഞ വർഷം ഈ വർഷം സർജറി പോസ്റ്റ് ചെയ്തിരുന്ന കേസുകളുണ്ടായിരുന്നു. ആ കേസുകളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഫീഡിങ് കൊടുക്കാൻ തുടങ്ങി. ഈ പിള്ളേർ ഓറലി തന്നെ ഫീഡ് എടുക്കുകയും അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പെട്ടെന്ന് ഒരു ദിവസത്തിലാണ് ഫീഡ് എടുക്കുന്നതിന് നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഈ പിള്ളേർക്ക് പാൽ കൊടുക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പ് കാണും, ഞങ്ങളുടെ ആ ഒരു ചെറിയ 3-4 നഴ്സസ് കൂടി ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഫീഡ് കൊടുത്തു. ആ ദിവസം തന്നെ ആദ്യമേ തന്നെ 35 ml കുട്ടി കുടിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഫീഡ് കൊടുത്തപ്പോഴത്തേക്ക് അത് ഫുൾ 60 ml കുടിച്ചു. അങ്ങനെ ആ ഷിഫ്റ്റിൽ തന്നെ കുട്ടി ഫുള്ള് ഞങ്ങൾ ട്യൂബ് ഊരിയിട്ട് പിന്നെ ആ ട്യൂബ് തിരിച്ചിട്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് കുഞ്ഞ് 2-ആഴ്ചയ്ക്കുള്ളിൽ ഡിസ്ചാർജ് ആയിപ്പോയി. അങ്ങനെ 3 കേസുകൾ ഈ വർഷം ഈശോ ഇങ്ങനെ ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങൾ നേഴ്സുമാരിലൂടെ കരങ്ങളിലൂടെ ഇങ്ങനെ വലിയ അനുഭവത്തിലൂടെ കടന്നുപോയി, സർജറി ഒന്നും കൂടാതെ. 4ാമത്തെ ഒരു അനുഭവം കൂടി ഈയിടെ ഞാനിങ്ങനെ കേട്ടു. അതിനകത്ത് ഇൻവോൾവ് ആകാനായിട്ട് ദൈവം അനുവദിച്ചു.
അത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ചെല്ലുന്ന നമുക്കറിയാവുന്ന നേഴ്സിൻ്റെ തന്നെ കുഞ്ഞായിരുന്നു. നമ്മൾ വീട്ടിൽ ചെന്ന് ആ കുഞ്ഞിനെ നോക്കുകയും ട്യൂബ് ഇട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ ആ കൊച്ചിന് ഇതുപോലെ സർജറി തന്നെ പറഞ്ഞേക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിങ്ങനെ സർജറി ചെയ്യാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുത്ത്, ഞങ്ങളൊരു ഗ്രൂപ്പ് ഫുള്ള് ഫാസ്റ്റിംഗ് എടുത്തു, അവർ ഫാമിലി ഫാസ്റ്റിംഗ് എടുത്തു. ഞങ്ങളവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പാല് കൊടുക്കാൻ തുടങ്ങി. ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കുട്ടിയും ഫുൾ ഓറലെല്ലാം പാല് കുടിച്ചു. കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മളെപ്പോഴും അവർ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്, നമ്മൾ അങ്ങോട്ടും വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ അനുഭവത്തിലൂടെ കടന്നുപോയി ഈ വർഷം എന്ന് പറയുന്നത്. ഇത് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിക്കുകയാണ്. അതായത് നമ്മൾ ഈശോയോട് ചേർന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംതൃപ്തി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് കെയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു നേരത്തെ. ഞാനെപ്പോഴും ഇങ്ങനെ പേപ്പർ വർക്കിൻ്റെ പുറകെ അത് ചെയ്യാനായിട്ടായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് പുതിയൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അതായത് പേഷ്യൻ്റെ അടുത്ത് കെയർ ചെയ്യാനും അതിലൂടെ സന്തോഷം ലഭിക്കുവാനായിട്ടും വലിയൊരു കൃപ ഇപ്പം തമ്പുരാൻ തരുന്നുണ്ട്. അതുതന്നെ ഒരു വലിയ അനുഭവമായിട്ട് ഞാനിപ്പം കരുതുന്നു. ഷീബ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കുഞ്ഞു മക്കളുണ്ടെങ്കിൽ പോലും ഷീബ എല്ലാ നഴ്സസ് മിനിസ്റ്ററി പ്രയറിന് വരാറുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? അതുവഴി ഷീബയ്ക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഈശോ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ക്രമപ്പെടുത്തി എന്നെ അനുവദിക്കുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ വരാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം, ഈശോയ്ക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കുമ്പോൾ ഈശോ അങ്ങനെ എല്ലാ നമ്മുടെ കാര്യങ്ങളും ക്രമപ്പെടുത്തി നമ്മളതിനു വേണ്ടി അനുവദിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ ഞാൻ ചെറുതായിരുന്ന സമയത്തെ എൻ്റെ ഈശോയെ പറ്റി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എൻ്റെ കൂടെ നടക്കുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ ഞാൻ പ്രയറിന് പോകാൻ മടി കാണിക്കുമ്പോൾ അമ്മ പറയാറുണ്ട്, ഈശോ നിന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും, നീ പോയില്ലെങ്കിൽ വിഷമാവും എന്നൊക്കെ. അപ്പോൾ അതെൻ്റെ മനസ്സിലിപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഈശോയുടെ വചനം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ 2-3 പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനും ഉണ്ടായിരിക്കും. അപ്പോൾ ഈശോയുടെ അടുത്ത് പോകാനുള്ള ഒരു പ്രേരണ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ദൈവപരിപാലനയെ പറ്റി പറയാനാണെങ്കിൽ, നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഈശോയുടെ വലിയ കരുണയിലും പരിപാലനയിലുമാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുന്നതുകൊണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ടും നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. എന്നാൽ എനിക്ക് ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നൊരു കാര്യം എൻ്റെ 3ാമത്തെ ഡെലിവറിയെ പറ്റിയാണ്. ഞാനപ്പോൾ 2018 ഒക്ടോബർ 8 എനിക്ക് ഡോക്ടർ ഡേറ്റ് തന്നിരുന്നത്. അപ്പോൾ ഒക്ടോബർ 7 ആയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിരുന്നു, മാതാവിൻ്റെ ജപമാല തിരുനാളായതുകൊണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ഒരു 12 റൂംസ് മാത്രമുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്നതും ഡോക്ടറിനെ കാണുന്നതും ഒരേ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അങ്ങനെ ഒക്ടോബർ 7 പതിവ് പോലെ ജോലിക്ക് പോയി. അപ്പോൾ ഹാൻഡിങ് ഓവർ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് പേഷ്യൻസ് ഒരുപാടുണ്ട്, സ്റ്റാഫ് കുറവാണ്, അവിടെ റൂംസ് ഒന്നും ഒഴിവില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അവസ്ഥ തന്നെയാണ് എനിക്കും, ഇവിടെ റൂമൊന്നും കാലിയില്ല, മാതാവ് എന്നെ സഹായിക്കണേ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത്. അങ്ങനെ എൻ്റെ ജോലികളൊക്കെ ഞാൻ തുടങ്ങി. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ പെയിൻ കൂടുതലായിട്ട് തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ കർട്ടൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കണ്ണിറുക്കി അടച്ച് വേദന സഹിച്ച് ഇങ്ങനെ നിന്നിരുന്നു. പിന്നെ ഇടയ്ക്ക് പുറത്ത് വന്ന് അങ്ങനെ അപ്പോൾ പേഷ്യൻസ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വിളിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നിയിരുന്നെങ്കിലും ഞാൻ ഈശോയോട് പറയുമായിരുന്നു, ഈശോയ്ക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ സ്റ്റാഫിനെ തന്ന് പേഷ്യൻസിനെ കുറച്ച് ഒന്ന് നല്ല ദിവസമാക്കാമായിരുന്നു. പക്ഷേ ഈശോ അത് ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഞാൻ അതിനെ കൂടെ കടന്നു പോകാം, ഈശോനെ സഹായിച്ചാൽ മതി എന്നങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 3 മണിക്ക് അടുത്ത ഷിഫ്റ്റിലെ സ്റ്റാഫ് വരും, അപ്പോൾ അവർക്ക് ഹാൻഡിങ് ഓവർ കൊടുത്ത് സ്വസ്ഥമായിട്ട് റെസ്റ്റ് ചെയ്യാം, അതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പക്ഷേ 2:30 ആയപ്പോൾ ഒരു പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോയി. ആ റൂം ക്ലീൻ ചെയ്ത് ഞാൻ 2:45 ആ റൂമിൽ കയറി. 2:50 ആയപ്പോൾ ഡെലിവറി റൂമിൽ ജോലി ചെയ്ത് 2 നേഴ്സസ് അവിടെ വന്നു. 2:53 ഞാൻ ഡെലിവറി ആയി. അങ്ങനെ അപ്പോൾ ഞാനവിടെ 12 വർഷമായിട്ട് ജോലി ചെയ്യുന്നൊരു സ്റ്റാഫാണ്. അപ്പോൾ സീനിയർ ആയതുകൊണ്ട് എൻ്റെ ജൂനിയേഴ്സും ഡോക്ടേഴ്സൊക്കെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, നീ ഇങ്ങനെ ഒരു അതേപോലെ ഡെലിവറി ആവേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന്. അങ്ങനെ പിന്നെ എത്ര കെയർലെസ് ആയിട്ടാണ് നീ നിൻ്റെ കാര്യം ഹാൻഡിൽ ചെയ്തതെന്ന്. അപ്പോൾ ശരിയാണ്, നമ്മൾ കേൾക്കുന്നവരങ്ങനെ വിചാരിക്കും. പക്ഷേ എനിക്കന്ന് ഈശോയുടെ വലിയ പരിപാലനം അനുഭവിക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അവർ വരാൻ വൈകിയിരുന്നെങ്കിൽ നിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നെന്ന്. പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല. ഈശോ എപ്പോഴും ഈശോ എപ്പോഴും പെർഫെക്റ്റ് സമയം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. നേരത്തെയും വരില്ല, നേരം വൈകാറുമില്ല. അങ്ങനെ അപ്പോൾ അതെനിക്ക് അപ്പോൾ അത് ആ സമയത്ത് ഞാൻ ഓർത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അബ്രാഹാം ഇസഹാക്കിന് ബലി കൊടുക്കാൻ സമയത്ത് കത്തി ഉയർത്തിയപ്പോഴാണ് ഈശോയുടെ സ്വരം കേട്ടത്. അപ്പോൾ അന്നത്തെ ആ ഒരു അനുഭവം പിന്നീടുള്ള എൻ്റെ ജീവിത സാഹചര്യങ്ങളാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഈശോയ്ക്ക് ഇനിയും പ്രവർത്തിക്കാൻ സമയമുണ്ടെന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഇപ്പം ഈ അടുത്ത് എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്, നമ്മൾ എപ്പോഴും ഈശോയോട് കൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുക. പിന്നെ ഈശോയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാത്ത സമയത്ത് നമ്മൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ
കുമ്പസാരത്തിലൂടെ ഈശോയുടെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് വീണ്ടും ഈശോയുടെ കൂടെ നടക്കുക. ഇതെനിക്കൊരു വലിയ ശക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഷീബ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ എപ്പോഴും ഞാൻ ഈശോയോട് ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ യൂണിറ്റ് നമ്മൾ പിള്ളേർ കൈവിക്കാനിൽ ഇടുമ്പോൾ കൊച്ചു കുട്ടികളല്ലേ, ഇപ്പം നമ്മുടെ യൂണിറ്റിൽ തന്നെയല്ല, നമ്മുടെ ഹോസ്പിറ്റലിനുള്ളിലാണെങ്കിലും കുഞ്ഞു കുട്ടികൾക്ക് കിട്ടാതെ വരുമ്പോൾ വിളിക്കാറുണ്ട്. അവർ ഇങ്ങനെ ചിലപ്പം പറയും 12 പ്രാവശ്യം കുത്തി, ഞങ്ങൾ കിട്ടുന്നില്ല, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നും പറഞ്ഞ് നമ്മളെ വിളിക്കാറുണ്ട്. അങ്ങനെ ചെല്ലുന്ന സാഹചര്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോവും. എവിടെയെങ്കിലും ഒരു പച്ച പോലെ എന്തോ കളർ പോലെ ഫീൽ ചെയ്തിട്ട് ഞാൻ കണ്ണാടി വെക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ അത് കാണത്തില്ല. കണ്ണാടി ഊരി ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് കാണും. അതൊരു 4-5 വർഷമായിട്ട് അങ്ങനെ ഒരു വലിയ അനുഭവത്തിലൂടെ കടന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ IV ക്യാനിൽ ഇട്ട് കൊടുക്കാനും അത് വലിയൊരു വ്യത്യാസമായിരുന്നു. ഇപ്പോൾ എമർജൻസിയിൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് തന്നെ അറിയാം, ആവശ്യകത നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊരു വലിയ ദൈവ അനുഭവമായിട്ട് ഞങ്ങൾ കാണുന്നു. എലിസബത്ത്, നമ്മൾ ഒരുമിച്ചിരുന്ന് പലപ്പോഴും നമ്മുടെ വാർഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒക്കെ മറ്റുള്ളവർക്ക് വരുമ്പോൾ രോഗികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റാഫിനാണെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതിലൂടെ നമുക്ക് ഒത്തിരി ആശ്വാസവും നമ്മുടെ വാർഡിലെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി പരിഹരിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ? ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ മിഖായേൽ മാലാഖയും കാവൽ ദൂതനെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ച് പോകുന്നതായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ. നമ്മൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങളെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഞങ്ങൾ പലപ്പോഴും ഓഫ് കിട്ടുമ്പോഴെല്ലാം ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങളെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ടും മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അതൊരു വലിയ ശക്തിയായിട്ട് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. നമ്മൾ നോക്കുന്ന രോഗികളും അതുപോലെ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് അവരുടെ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ കൃപ പ്രാർത്ഥനയോട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എലിസബത്ത് ഓർക്കുന്നുണ്ടോ, നമ്മുടെ അവിടെ 2 കൈയും 2 കാലും ഗാംഗ്രീനായിട്ട് ഒരു പേഷ്യൻ്റ് കിടന്നതായിട്ട്. അപ്പോൾ ആ പേഷ്യൻറ്റിനോട് നമ്മൾ ഈശോയെക്കുറിച്ച് പറയുകയും ഈശോ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിലും നമ്മൾ പറഞ്ഞത് കേട്ട് അദ്ദേഹം വിശ്വസിക്കുകയും നമ്മൾ ആ രോഗിയുടെ അടുത്ത് പോയി എന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ ഈയിടയിലാണ് അറിഞ്ഞത് അദ്ദേഹം നാട്ടിൽ തിരിച്ചു പോയി 2 കൈയും 2 കാലും ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം നാട്ടിൽ ജീവിതം നയിക്കുന്നുണ്ടെന്നുള്ളതിന് ഫോട്ടോയൊക്കെ നമുക്ക് ഇടയച്ചു തന്നു. അദ്ദേഹം ഇപ്പം വളരെ സന്തോഷവാനാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരി പേർക്ക് പ്രയോജനകരമായിട്ട് തീരുന്നുണ്ടെന്ന് എനിക്കതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന മടിപ്പൊന്നും കൂടാതെ എല്ലാവരും എവിടെയായിരുന്നാലും അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഈ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ ഈശോ എപ്പോഴും നമ്മളെ സഹായിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിലും ഈശോ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു തന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരാറുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇത്രയും സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന സ്നേഹിതരെ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ഈശോയെയാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് നിങ്ങൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തങ്ങളുടെ ജോലി മേഖലകളിൽ ഈശോയുടെ കരം പിടിച്ച് മുന്നേറിയ ഈ സഹോദരങ്ങളെ ഓർത്ത് നമുക്കവിടത്തേക്ക് നന്ദി പറയാം. വിശുദ്ധ ജോൺ 23-ാം പാപ്പായുടെ ജീവിത തത്വമായിരുന്നു തങ്ങൾ എവിടെയായിരിക്കാനാണോ ഈശോ തിരുമനസ്സായിരിക്കുന്നത് അവിടെ ജീവിച്ച് വിശുദ്ധീകരിക്കുക എന്നത്. ഈശോയുടെ കരം പിടിച്ച് നമ്മുടെ അനുദിന ജീവിത മേഖലകളിൽ വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ.
ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നാഥാ, നിൻ സാന്നിധ്യം